Welcome to RK's Stories. താളം ഭാഗം 3. മണ്ടോത്തെ പറമ്പ് കഴിഞ്ഞാൽ പിന്നെ ചെന്ന് കയറുന്നത് കവലയിലേക്കാണ്. കേശവൻ ചേട്ടന്റെ ചായക്കട മാത്രം രാവിലെ തുറന്നിട്ടുണ്ട്. ദിവസവും കാലത്ത് 6 മണി മുതൽ നാട്ടുകാരെങ്കിലും ഉണ്ടാകും ചായ കുടിക്കാൻ. അതുകൊണ്ട് പ്രായമായെങ്കിലും കേശവൻ ചേട്ടൻ കാലത്തെ കട തുറക്കും. കടയുടെ മുൻവശത്തെ വരാന്തയിലിട്ടിരിക്കുന്ന ബെഞ്ചിലിരുന്ന് ഒരു കാലിച്ചായയും കുടിച്ച് പത്രവും വായിച്ചു കഴിഞ്ഞിട്ടേ പലരും മറ്റു പണികളിലേക്ക് തിരിയും. പാപ്പു ആശാന്റെ ബാർബർ ഷോപ്പും വാരിയിടത്തെ ഒരു ബേക്കറിയും പിന്നെ സേതുവിന്റെ ഫാൻസി സ്റ്റോറും ഔസേപ്പ് ചേട്ടന്റെ പലചരക്ക് കടയും ബെന്നിയുടെ തയ്യൽ കടയുമൊക്കെ കവലയിൽ തന്നെയാണ്. ബെന്നി റോസ്മേരിയോട് അത്ര രസത്തിലല്ല. റോസ് തയ്യൽ ആരംഭിക്കുന്നതിന് മുന്നേ കരയിലെ പെണ്ണുങ്ങളുടെ എല്ലാം തയ്യൽ ബെന്നിക്കാ കിട്ടിയിരുന്നത്. അതില്ലാതായതിന്റെ ഒരു സ്വരക്കേട്. റോസിന്റെ സ്കൂട്ടർ കണ്ടതും കടയുടെ മുന്നിൽ ചായ കുടിച്ചിരുന്നവരോട് സംസാരിച്ചു നിൽക്കുകയായിരുന്ന കേശവൻ ചേട്ടൻ കൈ നീട്ടി. ഒരു കള്ളിമുണ്ടും കൈയുള്ളൊരു വെളുത്ത ബനിയനുമാണ് ആളുടെ സ്ഥിരം വേഷം. കഴുത്തിൽ ഒരു തോർത്തുമുണ്ടാവും. റോസ് കടയുടെ മുന്നിൽ സ്കൂട്ടർ ചവിട്ടി നിർത്തി. എന്താ കേശവൻ ചേട്ടാ, ഇന്ന് വൈകിട്ടത്തേക്ക് നിനക്ക് സുഖിയനും ഉണ്ടമ്പുരും ഒന്നും എടുത്തു വെക്കണ്ടല്ലോ അല്ലേ? കുട്ടിക്കാലം മുതലുള്ള റോസിന്റെ ശീലമാണത്. വൈകിട്ട് അപ്പച്ചൻ ജോലി കഴിഞ്ഞ് വരുമ്പോ കേശവൻ ചേട്ടന്റെ ചായക്കടയിൽ നിന്നും ഉണ്ടമ്പൂരിയും സുഖിയനുമൊക്കെ എന്നും കയ്യിൽ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടാവും. കാലമിത്ര ആയെങ്കിലും അപ്പച്ചന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിച്ചിരുന്ന ആ രുചി അവൾക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. പിന്നെ വേണം. ഇന്ന് വൈകിട്ടത്തേക്ക് റിസപ്ഷൻ ഒക്കെ ഉള്ളതല്ലേ, അതാ ഞാൻ ചോദിച്ചത് വച്ചേ. കേശവൻ ചേട്ടന്റെ ചായക്കടയിലെ പലഹാരങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. സന്ധ്യയാകുമ്പോഴേക്കും അതൊക്കെ തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് അവളെ കണ്ടപ്പോ പുള്ളി ചോദിച്ചത്. റിസപ്ഷൻ ഒക്കെ അവിടെ നടക്കും. റോസിനുള്ളതേ റോസിന് തന്നെ വേണം. വർഷങ്ങൾ പിന്നിലേക്ക് പോയി അവൾ ആ പഴയ വാശിക്കാരി കുട്ടിയായി തല കുലുക്കി. കേശവൻ ചേട്ടൻ ചിരിച്ചു. ചേട്ടൻ എന്റെ കല്യാണത്തിന് പോകുന്നില്ലേ? ഈടേക്കൊന്ന് പോയിട്ടേ സദ്യ ഉണ്ടച്ചും പോരും. എന്നാ ശരി ചേട്ടാ, ഞാൻ വൈകിട്ട് വരാം. സ്കൂട്ടർ മുന്നോട്ടെടുക്കുമ്പോഴേക്കും വാരിയിടത്തെ പ്രീമിയർ പത്മിനി അവരെയും കടന്ന് മുന്നോട്ടു പോയി. കാറിന്റെ പിന്നിൽ നിന്നും ഒരു തല പുറത്തേക്ക് നീണ്ടു. വൃശ്ചിക. അവൾ അവരെ നോക്കി കൈവീശി. വണ്ടിയുടെ വേഗത അല്പമൊന്നു കുറഞ്ഞു. വണ്ടി ഓടിക്കുകയായിരുന്ന പ്രജിത്ത് കാറിന്റെ വലതുവശത്തെ കണ്ണാടിയിൽ കൂടി സ്കൂട്ടറിന്റെ മുന്നിലിരുന്ന റോസിനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്കാണെന്ന് കണ്ടതും അവൾക്ക് വേണ്ടി അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. അവൾക്ക് പക്ഷേ അത് കാണാനാകില്ലെന്ന് അറിഞ്ഞ അവൻ തന്റെ വലത്തെ കൈ കാറിന് വെളിയിലേക്കിട്ട് ആരും കാണാതെ അവൾക്ക് നേരെ ചലിപ്പിച്ചു. അവൾ അത് കണ്ടെന്ന് ആ ചുണ്ടുകളിലെ ചിരിയിൽ നിന്നും അവന് മനസ്സിലായി. ഫിയറ്റിന് പിന്നാലെ മറ്റൊരു അംബാസഡർ കാർ കൂടി അവരെ കടന്നുപോയി. കല്യാണ വീട്ടിൽ നിന്നുള്ള ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും, റോസ്മേരി ഓർത്തു. ഡി റോസെ, നീ ഒന്ന് വേഗം പോയേ, അവര് പോയത് കണ്ടില്ലേ? യാമി പിന്നിലിരുന്ന് ധൃതി വെച്ചു. ദേ പെണ്ണെ, പിന്നിലിരുന്ന് ഇങ്ങനെയിട്ട് ഇളക്കിയ വണ്ടി വേറെ വല്ലയിടത്തേക്കും പോകും കേട്ടോ. നിന്റെ സേതുവണ്ണം വരും മുന്നേ നിന്നെ അവിടെ കൊണ്ടെത്തിച്ച പോരെ. അവൾ ആക്സിലേറ്ററിൽ ഒന്നുകൂടി വിരലുകൾ മുറുക്കി. അവരുടെ സ്കൂട്ടറിനെ തൊട്ടില്ലെന്ന മട്ടിൽ ഒരു SD 350 ശബ്ദം മുഴക്കിക്കൊണ്ട് ചീറിപ്പാഞ്ഞു പോയി. അന്നത്തെ ചെറുപ്പക്കാരുടെ ഹരമാണ് 2 സൈലൻസറുകളുള്ള SD 350. ആ ബൈക്കിന്റെ മുന്നിലിരുന്ന കടും നീല ഷർട്ടുകാരന്റെ നീളമുള്ള മുടി കാറ്റിൽ ഇളകി പറന്ന് യാമിയുടെ ഹൃദയത്തിൽ തൊട്ടു. അത് അവിടെയിരുന്ന് ഉച്ചത്തിൽ മിടിച്ചുകൊണ്ട് രക്തത്തെ ഒന്നാകെ അവളുടെ മുഖത്തേക്ക് ഓടിച്ചു കയറ്റി. പ്രണയത്താൽ ആ മുഖം ചുവന്ന് ചൂട് പിടിച്ചുപോയി. SD പിന്നിലിരുന്ന കാശിയപ്പൂപ്പൻ തിരിഞ്ഞു നോക്കി. അങ്ങേരെ നോക്കി കൈ വീശി കാട്ടിയിട്ട് റോസ് സ്കൂട്ടറിന്റെ വേഗത കൂട്ടി. പക്ഷേ ആ ബൈക്ക് നിമിഷ നേരം കൊണ്ട് വളവ് തിരിഞ്ഞ് കണ്ണിൽ നിന്നും മറഞ്ഞു. ഷോ, പിന്നിൽ നിന്നും യാമിയുടെ രോദനം. എന്തോന്ന് ചോ? എടി, ഇത് SD അല്ല, സ്കൂട്ടറാ. ഇതിങ്ങനെ പോവൂ. നിനക്ക് അത്ര ധൃതി തന്നെ, നീ ഇറങ്ങി ഓട്. അല്ല പിന്നെ. സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ ഒന്നുകൂടി തിരിച്ചുകൊണ്ട് റോസ് മുറുമുറുത്തതോടെ യാമി അടങ്ങിയെങ്കിലും
ഇടയ്ക്കിടെ അവൾ സീറ്റിൽ നിന്നും അല്പം പൊങ്ങി മുന്നിലേക്ക് എത്തിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അമ്പലത്തിന് മുന്നിലെ ആൽത്തറയ്ക്കടുത്തായി ഒതുക്കിയിട്ടിരുന്ന കാറുകളുടെയും മിസ്റ്റുയുടെയും അടുത്ത് റോസ്മേരി സ്കൂട്ടർ കൊണ്ടുചെന്ന് ഒതുക്കി. സ്കൂട്ടറിൽ നിന്നും ചാടി ഇറങ്ങിയ യാമി സെറ്റും മുണ്ടും കൈകൊണ്ട് അല്പം ഉയർത്തിപ്പിടിച്ച് അത്രയും നേരം ശ്വാസം കിട്ടാതിരുന്നത് പോലെ അമ്പലത്തിന് നേരെ ഓടുന്നത് കണ്ട് റോസിന് ചിരി വന്നു. ചെറുവാണിയൂര് തേവരുടെ അമ്പലം തറനിരപ്പിൽ നിന്നും അല്പം താഴെയാണ്. അമ്പലത്തിനു ചുറ്റും അരക്കൊപ്പം പൊക്കമുള്ള ചെറുമതിലുമുണ്ട്. അവിടെ നിന്നും താഴേക്ക് ചെങ്കല്ലിൽ തീർത്ത പായൽ പിടിച്ചു കിടക്കുന്ന പടവുകളും കാണാം. പുഴയോരത്തു നിന്നും അധികം അകലെയല്ലാത്തതുകൊണ്ട് അവിടമാകെ പഞ്ചാരമണലാണ്. ചെരുപ്പിടാതെ നടക്കുമ്പോൾ സ്പോഞ്ച് പോലെ താഴ്ന്നു പോകുന്ന പഞ്ചാരമണലിൽ ചവിട്ടി നടക്കാൻ നല്ല രസമാണ്. മഴക്കാലത്ത് പുഴ കര കവിയും. ഒഴുകി വരുന്ന പുഴ അമ്പലത്തിലേക്ക് കയറുമ്പോഴാണ് തേവർക്ക് ആറാട്ട്. പണ്ടൊക്കെ ഉത്സവകാലത്ത് അപ്പച്ചനോടും അമ്മച്ചിയോടുമൊപ്പം കലാപരിപാടികൾ കാണാൻ വരാറുള്ളത് റോസ് ഓർത്തു. വഴിവിളക്കുകൾ ഇല്ലാതിരുന്ന അക്കാലത്ത് പലരുടെയും കയ്യിൽ കത്തിച്ച ചൂട്ടുകൾ ഉണ്ടാകും. പരിപാടികൾ കാണാൻ വരുമ്പോൾ അമ്മച്ചിയുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ഒരു ചെറു പായയും കാണും. ഉത്സവപ്പറമ്പിൽ കറങ്ങി പല നിറത്തിലുള്ള മിഠായികളും വളകളുമൊക്കെ വാങ്ങിയ ശേഷം കലാപരിപാടികൾ കണ്ട് കുറെ കഴിയുമ്പോൾ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഇടയിൽ വിരിച്ചിട്ട പായയിൽ കിടന്ന് അങ്ങ് ഉറങ്ങുകയും ചെയ്യും. മിക്കപ്പോഴും യാമിയും വൃശ്ചികയും അവരുടെ വീട്ടുകാരും ഉണ്ടാകും കൂട്ടത്തിൽ. തേവരുടെ അമ്പലപ്പറമ്പുണർത്തിയ ആ മനോഹരമായ ഓർമ്മകളിലൂടെ നടന്ന് റോസ്മേരി അമ്പലത്തിന്റെ മതിലിനടുത്തെത്തി താഴേക്ക് നോക്കി. മുകളിൽ നിന്നും നോക്കിയാൽ താഴെ നടക്കുന്നതെല്ലാം കാണാം. നടയ്ക്ക് മുന്നിലായി തൊഴുതു നിൽക്കുന്ന രമേശേട്ടന്റെ ഇരുവശത്തുമായി വൃശ്ചികയും പ്രജിത്തും നിൽപ്പുണ്ട്. വൃശ്ചികയോട് ചേർന്ന് കൈകൾ കൂപ്പി നിൽക്കുന്ന യാമിയുടെ നോട്ടം മുഴുവനും ശ്രീകോവിലിന് മുന്നിൽ അവൾക്ക് നേരെ നിൽക്കുന്ന സേതുവേട്ടനില്ല. ഇപ്പോ ആളുടെ ദേഹത്ത് ആ നീല ഷർട്ടില്ല. തോളത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഇടയ്ക്കയിൽ ആൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വൃശ്ചികയുടെ ചെറിയമ്മായിയും അവരുടെ മകൻ അർജുനേട്ടനും തൊട്ടു പിന്നിൽ നിൽപ്പുണ്ട്. റോസിന്റെ നോട്ടം കറങ്ങിത്തിരിഞ്ഞ് പ്രജിത്തിലെത്തി നിന്നു. അവനിടയ്ക്ക് തല തിരിച്ച് മുകളിലേക്ക് നോക്കുന്നുണ്ട്. അരമതലിൽ കൈകൾ കുത്തി ചാരി നിന്നുകൊണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചു. മതങ്ങളെ വേർതിരിച്ചതുപോലെ മുന്നിൽ നിൽക്കുന്ന ആ മതിലിനോട് അപ്പോഴവൾക്ക് ദേഷ്യം തോന്നി. അത്തരമൊരു വേർതിരിവ് ഭൂമിയിൽ ഇല്ലാതിരുന്നേ തനിക്ക് യാമിയെ പോലെ അവരോടൊപ്പം പോയി നിൽക്കായിരുന്നു. ദൈവിക ചൈതന്യം ഒന്നല്ലേ, പിന്നെ എന്തിനാണാവോ ഈ വേർതിരിവ്? എല്ലാ മനുഷ്യരുടെയും ആകൃതിയൊക്കെ ഒരുപോലെ, ആണും പെണ്ണും എന്ന വ്യത്യാസം മാത്രം. ഉള്ളിലൊഴുകുന്ന ചോരയും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ഒരുപോലെ, എന്നിട്ടും ഈ വേർതിരിവ്. പണ്ട് അവൾ അപ്പച്ചനോട് ചോദിച്ചിട്ടുള്ളതാ ഈ സംശയങ്ങളൊക്കെ. അതിനപ്പച്ചൻ പറഞ്ഞ മറുപടിയാണ് ഈശ്വര ചൈതന്യം ഒന്നേയുള്ളൂ എന്നത്. അതിനെ പലതായി വേർതിരിച്ചത് മനുഷ്യരാണത്രേ. അതുകൊണ്ടാണല്ലേ ഹിന്ദുവായിരുന്നിട്ടും അമ്മച്ചിയെ അപ്പച്ചൻ സ്നേഹിച്ചത് എന്ന ചോദ്യത്തിന് അമ്മച്ചിയെ നോക്കി ചിരിച്ച അപ്പച്ചന്റെ കണ്ണുകളിൽ തെളിഞ്ഞ കുസൃതിയും സ്നേഹവും ഇന്നും ഓർമ്മയുണ്ട്. അവരുടെ ആ സ്നേഹത്തിനിടയിൽ കുറുകെ നിൽക്കുന്ന ഒരു മതിൽക്കെട്ടും കണ്ടിട്ടില്ല. താഴെ നിന്നും ചെറുമണികളുടെ കിലുക്കം. തിരുമേനി ശ്രീകോവിലിനകത്തേക്ക് കയറി വാതിൽ ചാരുക. സേതുവേട്ടൻ ഇടയ്ക്കയിൽ താളം പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. യാമിയുടെ മുഖത്തിന്റെ ഒരു ഭാഗമേ കാണാൻ സാധിക്കുന്നുള്ളെങ്കിലും അവിടുത്തെ തെളിച്ചം ഇവിടെ നിന്നാലും വ്യക്തമായി കാണാം. ചെറിയൊരു മൂളലിന്റെ അകമ്പടിയോടെ സേതുവേട്ടൻ പാടാൻ തുടങ്ങിയിരിക്കുന്നു. ശിവനെ ഓർപ്പിനെല്ലാരും, ശിവനല്ലാതെ എല്ലാരും, ശിവനെ ഓർപ്പിനെല്ലാരും, ശശികലാധര ശുഭദേഹി മഗിരിജനായക കരുണ സിന്ധു, ശശികലാധര ശുഭദേഹി മഗിരിജനായക കരുണ സിന്ധു, ശിവ ശിവ മഹേശ ശംഭോ ശ്രീലകണ്ഠ ശിവപാദം മനോഹരമായ ശബ്ദത്തോടൊപ്പം ഇടയ്ക്കയുടെ ഹൃദയഹാരിയായ താളവും കാതിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അറിയാതെ റോസ്മേരിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവളുടെ ഉള്ളിൽ ഒരു ചിലങ്കയുടെ താളമുണർന്നു.
സോപാന സംഗീതം അവസാനിച്ച സമയത്ത് തന്നെ തേവരുടെ നട തുറന്നു. കല്യാണച്ചക്കന്റെയും പെണ്ണിന്റെയും പേരുകൾക്കൊപ്പം ഭാര്യയെടുത്ത എല്ലാവരുടെയും പേരുകളിൽ ചെറിയമ്മായി പുഷ്പാഞ്ജലിക്ക് ചീട്ട് എഴുതിയിരുന്നു. കൂട്ടത്തിൽ ദേവയാമിക്ക് വേണ്ടിയും. പ്രസാദം വാങ്ങാനും ആരതി തൊട്ടു വന്ദിക്കാനുമായി ബാക്കിയുള്ളവർ മുന്നോട്ട് നീങ്ങിയപ്പോ യാമിയുടെ കണ്ണുകൾ ഇടയ്ക്കയുടെ നൂൽക്കെട്ടുകൾ പരിശോധിക്കുന്ന സേതുവിനെ പ്രദക്ഷിണം വെക്കുകയായിരുന്നു. ഈ മതിയടി നോക്കിയത്, പോയി പ്രസാദം വാങ്ങിച്ചേ. ദേ ചെറിയമ്മായി ശ്രദ്ധിക്കുന്നുണ്ടേ. വൃശ്ചിക അവളെ തോളുകൊണ്ടുന്തി. സ്വപ്നലോകത്തു നിന്നും ഉണർന്നതുപോലെ പ്രസാദം വാങ്ങാനായി മുന്നോട്ട് ചെന്ന് കൈനീട്ടുമ്പോ ശ്രീകോവിലിന് മുന്നിലായി തൊട്ടടുത്ത് നിന്നിരുന്നവനിൽ നിന്നും ചന്ദനത്തിന്റെ സുഗന്ധം അവളെ പൊതിഞ്ഞു. ഗന്ധർവമായയിൽ അകപ്പെട്ടൊരു കന്യകയായി യാമി. സേതു അച്ഛനേക്കാൾ നന്നായി പാടുന്നുണ്ടല്ലോ. ഇടയ്ക്കൊക്കെ ഇയാൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? ദേവരും ഒന്ന് സന്തോഷിക്കട്ടെടോ ഇയാളുടെ പാട്ട് കേട്ട്. എന്താ? പ്രസാദം നൽകുന്നതിനിടയിൽ വലതുവശത്ത് നിന്നിരുന്ന സേതുവിനോട് തന്ത്രി പറഞ്ഞത് കേട്ട് വാലിട്ടെഴുതി കറുപ്പിച്ച യാമിയുടെ കരിമിഴികൾ ആ വശത്തേക്ക് തെന്നി മാറി അവനെ വീണ്ടും തഴുകി. മയക്കുന്ന ചിരി ആ മുഖത്ത്. ഹൃദയമിടിപ്പ് നിന്നുപോയി യാമിയുടെ. ഇപ്പോ ആ നുണക്കുഴികൾ കാണുന്നില്ല. അവ താടി രോമങ്ങളാൽ മറഞ്ഞു പോയിരിക്കുന്നു. പഠിക്കുന്ന കാലത്ത് ഇടയ്ക്കൊക്കെ എന്തേലും കാരണം പറഞ്ഞ് റോസിനെയും കൂട്ടി വാരിയെടുത്ത് ചെല്ലുന്നത് തന്നെ ആ നുണക്കുഴികളിൽ മതിമറന്നങ്ങനെ നിൽക്കാനായിരുന്നു. തൊടിയിലിരുന്ന് തമാശകൾ പറഞ്ഞു ചിരിക്കുന്ന രമേശ് ചേട്ടന്റെയും സേതുവേട്ടന്റെയും അടുത്തുകൂടി എന്തേലുമൊക്കെ കാരണമുണ്ടാക്കിക്കൊണ്ട് വൃശ്ചികയോടൊപ്പം നടക്കും. റോസും ഉണ്ടാകും കൂട്ടത്തിൽ. ചിരിക്കുമ്പോൾ തെളിയുന്ന ആ നുണക്കുഴികളിൽ ചൂണ്ടുവിരലിനാൽ പതുക്കെ ഒന്ന് കുത്തം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എന്താ കുട്ടിയെ, നീയും പ്രസാദം വല്ലതും കിട്ടാനുണ്ടോ? തിരുമേനിയുടെ ചോദ്യം കേട്ടാണ് ആ നുണക്കുഴികളിൽ നിന്നും യാമി കരക്ക് കയറിയത്. ഇപ്പോഴും ശ്രീകോവിലിന് നേർക്ക് കൈകളും പൊക്കിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായതും അവൾ ഒരു ചമ്മിയ ചിരിയോടെ കൈകൾ വലിച്ച് തിരിഞ്ഞു നോക്കി. ബാക്കിയുള്ളവരെല്ലാം അമ്പലത്തിന്റെ ഒരു വശത്തു നിന്നും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. വൃശ്ചിക മാത്രം വായും പൊത്തിപ്പിടിച്ച് പിന്നിൽ തന്നെ ചിരിച്ചോണ്ട് നിൽപ്പുണ്ട്. ഓ എന്റെ തേവരെ തികഞ്ഞു. ഇന്നിനി കല്യാണവും വിരുന്നും കഴിയുന്നവരേക്കും അവൾ ഊതിക്കൊണ്ടിരിക്കും. ഈശ്വര, മുകളിൽ നിൽക്കുന്നവൾ കണ്ടിട്ടുണ്ടാവല്ലേ. ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാമി മുകളിലേക്ക് നോക്കിയത്. ഓ ഭാഗ്യം. അരമതിലിൽ കയ്യും കുത്തി ഇങ്ങോട്ട് നോക്കിയെന്ന റോസിനെ ഇപ്പൊ കാണാനില്ല. എന്നാൽ ഇവിളിതെങ്ങോട്ട് പോയി? ഡി വന്നേ, നിനക്ക് ഫോട്ടോ എടുക്കണ്ടേ? വൃശ്ചിക കയ്യിൽ പിടിച്ചതോടെ യാമി കൂടെ ചെന്നു. എല്ലാവരും നിരന്നു നിൽപ്പുണ്ട്. യാമി നോക്കി. നടുക്ക് രമേശ് ചേട്ടൻ, പുള്ളിക്കാരന്റെ വലതുവശത്ത് ചെറിയമ്മായി, ഇടതുവശത്ത് വൃശ്ചികയ്ക്ക് നിൽക്കാനാണെന്ന് തോന്നുന്നു. ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിനടുത്ത് അർജുനേട്ടൻ, അങ്ങേ അറ്റത്ത് സേതുവേട്ടൻ. ഈ പ്രജിത്തേട്ടൻ എങ്ങോട്ട് പോയി? വടി. വൃശ്ചിക യാമിയെയും കൂട്ടി സേതുവിന്റെ അടുത്തേക്കാണ് പോയത്. നീ ഇവിടെ എന്റെ അടുത്ത് നിന്നാ മതി. സേതുവിന്റെ അടുത്തേക്ക് നിന്നിട്ട് വൃശ്ചിക അവളെയും പിടിച്ച് അവന്റെയും അവളുടെയും ഇടയിലേക്ക് വലിച്ചു കയറ്റി. സേതുവിന്റെ വലതുഭാഗത്ത് ചെന്നിടിച്ച് നില തെറ്റിയതുപോലെ യാമി ഒന്ന് ഉലഞ്ഞു. ചന്ദനത്തിന്റെ സുഗന്ധം വീണ്ടും അവളെ പൊതിഞ്ഞു. അവൻ കൈ എത്തിച്ച് അവളുടെ കൈമുട്ടിന് മുകളിൽ പിടിച്ച് നേരെ നിർത്തി. സൂക്ഷിക്ക് യാമി. ആ വാക്കുകളിലും സ്പർശനത്തിലും യാമി ഒരു വാകയായി പൂത്തുലഞ്ഞു. മുഖം നിറയെ ചുവപ്പ് പടർത്തി അവൾ നിന്നു. ഫോട്ടോഗ്രാഫർമാർ മുന്നിൽ നിന്നും ഫോക്കസ് നോക്കുകയാണ്. ഈ പ്രജിത്ത് എവിടെ പോയി? ചെറിയമ്മായി അങ്ങേ വശത്തു നിന്നും വിളിച്ചു ചോദിച്ചു. അവൻ ആ കാശി അപ്പൂപ്പനെ നോക്കി പോയതാ. സേതു പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും നോട്ടം മുകളിലേക്കായി. അങ്ങേര് അമ്പലത്തിലേക്ക് കയറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ സേതു? ചെറിയമ്മായി പറഞ്ഞത് കേട്ട് സേതു തല കുലുക്കി. അപ്പൂപ്പന്റെ ഫോട്ടോ നമുക്ക് ആൾത്തരക്കടുത്ത് വെച്ച് എടുക്കാന്നേ. പ്രജിത്തേട്ടൻ അപ്പോഴേക്കും വരും. ഇപ്പൊ ഉള്ളവരുടെ ഫോട്ടോ എടുക്ക്. ആരോടൊന്നില്ലാതെ പറഞ്ഞിട്ട് വൃശ്ചിക മുട്ടുകൈ കൊണ്ടൊന്ന് യാമിയെ കുത്തി. അവൾ പക്ഷേ അതറിഞ്ഞില്ല. സേതുവേട്ടനോടൊപ്പം അവളപ്പോൾ മറ്റേതോ സ്വപ്നലോകത്തായിരുന്നു. കാശിയപ്പൂപ്പനെ അന്വേഷിക്കാനെന്ന കാരണവും പറഞ്ഞ് മുകളിലേക്ക് കയറിയ പ്രജിത്ത് റോസ്മേരിയെയും കൂട്ടിക്കൊണ്ട് അമ്പലക്കുളത്തിനടുത്തേക്കാ നടന്നത്. ചെറിയൊരു കുളമാണത്. താഴേക്ക് പടികളുമുണ്ട്. കുളത്തിനു ചുറ്റും ചെങ്കല്ലുകൊണ്ട് മറയും കെട്ടിയിട്ടുണ്ട്. ഇതെങ്ങോട്ടാ? അവൾ പിന്നോട്ട് വലിഞ്ഞു. താഴെ അവർ അന്വേഷിക്കില്ലേ? അവൻ അവളെയും കൊണ്ട് ആ ചെങ്കല്ലിന്റെ തിട്ടയിലേക്ക് ചാരി. ഞാൻ ആ കാശിയപ്പൂവിനെ അന്വേഷിച്ച് ഇറങ്ങിയതാ ഫോട്ടോ എടുക്കാൻ. നീ കേട്ടില്ലേ സേതുവട്ടം പറഞ്ഞത്?
കേട്ടു. അവൾ ചുറ്റിനുമൊന്ന് നോക്കി. ഞാൻ ഓർത്തു സേതുവേട്ടന്റെ കൂടെ വന്നിട്ട് അങ്ങേരിത് എങ്ങോട്ട് പോയിന്ന്. അതെങ്ങോട്ടെങ്കിലും പോട്ടെ, നീ വന്നേ. ഇന്നലെയും തിരക്കിനിടയിൽ നേരെ ചൊവ്വൊന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അവൻ വീണ്ടും അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചു. അയ്യയുടെ മോൻ ഒന്ന് പോയേ, അവരെങ്ങാനും മുകളിലോട്ട് കയറി വന്നാലുണ്ടല്ലോ. അവൾ പരിഭ്രമത്തോടെ തല ചരിച്ച് അമ്പലത്തിന് നേർക്ക് നോക്കി. പ്രജിത്ത് ചിരിയോടെ അവളുടെ കവിളിൽ കിള്ളി. അവൾ അവന്റെ കൈ തട്ടി മാറ്റി. ദേ പ്രജിത്തേട്ട കളിക്കല്ലേട്ടോ. വന്നേടി പെണ്ണെ. അവൻ ഒന്നുകൂടെ നിർബന്ധം പിടിച്ചപ്പോ ചിണുങ്ങിക്കൊണ്ടവൾ കൂടെ ചെന്നു. ചെങ്കല്ലിന്റെ മറയ്ക്കപ്പുറത്തുള്ള വശത്തുകൂടി പടവുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവിടെ താഴത്തെ പടവിൽ കുളത്തിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന കാശിയപ്പൂപ്പനെ കണ്ട് രണ്ടും കൂടി പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. എന്താ മക്കളെ, മീനുകളെ കാണാൻ വന്നതാണോ? തിരിഞ്ഞു നോക്കാതെയാണ് കാശിയപ്പൂപ്പൻ ചോദിച്ചത്. റോസ് പ്രജിത്തിനെ നോക്കി കണ്ണുരുട്ടി. അവൻ അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ഇളിച്ചു കാട്ടി. അവളുടെ കൈ വിട്ട പ്രജിത്ത് ഒരു പടി താഴേക്കിറങ്ങി. ആഹാ, കാശിയപ്പൂപ്പൻ ഇവിടെ വന്നിരിപ്പാണോ? ദേ അവിടെ സേതുവേട്ടൻ അന്വേഷിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കാനായിട്ട്. ഓ ആയിക്കോട്ടെ. കാശിയപ്പൂപ്പൻ എഴുന്നേറ്റ് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന പടിയിൽ നിന്നുകൊണ്ട് അവരെ നോക്കി ചിരിച്ചു. പുള്ളിക്കാരന്റെ കാലുകൾക്ക് ചുറ്റും കുളത്തിലെ മീനുകൾ കിടന്ന് കുത്തിമറിയുന്നത് റോസ് കണ്ടു. കുളത്തിലെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ നല്ല രസമാണ്. കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഇടയ്ക്കൊക്കെ അപ്പച്ചന്റെ കൂടെ വരാറുണ്ട് ഈ കുളത്തിലെ മീനുകളെ കാണാൻ. കാല് വെള്ളത്തിലേക്കിട്ടിരുന്നാൽ അവറ്റകളെല്ലാം കൂടി വന്ന് കാലുകളെ മുട്ടിയുരുമി പോകും. എന്നാ പിള്ളേരെ, കാണാനുള്ള മീനുകളെയൊക്കെ വേണ്ട പോലെ കണ്ടിട്ട് മുകളിലേക്ക് വായോ. അപ്പൂപ്പൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. പടികളിലൂടെ നടന്ന് മുകളിലേക്ക് കയറുന്നതിനിടയിൽ കാശിയപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് ചിരിക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ പ്രജിത്ത് നിൽക്കുമ്പോ റോസ് അവനെ നോക്കി പല്ല് കടിച്ചു. കാശിയപ്പൂപ്പൻ മുകളിൽ കയറി ആൾത്തറയ്ക്കടുത്തേക്ക് നടന്നു മറഞ്ഞതും പ്രജിത്ത് താഴത്തെ പടിയിൽ നിന്നും അവളെ വിളിച്ചു. ഡേ വാ. പോടാ. മുകളിൽ നിന്നും അവനെ നോക്കി കോക്രി കാട്ടിയിട്ട് അവൾ തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞു. ഡാ പ്ലീസ്, എന്റെ ചക്കര കുട്ടിയല്ലേ. അതോടെ അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി. ദയനീയ ഭാവത്തോടെയുള്ള ആ നിൽപ്പും നോട്ടവും കണ്ടപ്പോ അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. ചുറ്റിനും ഒരിക്കൽ കൂടി നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൾ ആ പടികളിലേക്ക് ഇറങ്ങി. താഴത്തെ പടവിലേക്ക് ഇരുന്നിട്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്കിരുത്തി. കുളത്തിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. കാലുകൾ വെള്ളത്തിലേക്ക് ഇട്ടതും എന്തോ സ്വകാര്യം പറയാനുള്ളതുപോലെ മീനുകൾ ഇരച്ചു വന്നു. അവ കാലുകളിൽ ഉരുമ്മി ഉമ്മ വെച്ച് ഇക്കിളി കൂട്ടിയപ്പോ റോസ്മേരി അവന്റെ തോളിലേക്ക് ചാഞ്ഞു. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞ്? എപ്പോ പറഞ്ഞ്? അവന്റെ ശബ്ദത്തിലെ ആശ്ചര്യം കേട്ടതും റോസ് മുഖമുയർത്തി അവനെ നോക്കി. മുഖത്ത് ആശ്ചര്യഭാവമാണെങ്കിലും കണ്ണുകൾ ചിരിക്കുന്നു. ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുവേ. ഒരു നോട്ടം കണ്ടില്ലേ? ഇന്ന അവൻ കണ്ണുകൾ മിഴിച്ചു കാട്ടി. ഇടത് കൈയിലേക്ക് മുഖം ചാരിയ റോസ്മേരി വലത് കൈവിരലുകൾ അവന്റെ കണ്ണുകൾക്ക് മുകളിലൂടെ ഓടിച്ചു. അവൻ മുഖം കുനിച്ച് അവളുടെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ റോസ് ചൂളിപ്പോയി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയ അവളുടെ മുടിക്കുത്തിലേക്ക് അവൻ മുഖം അമർത്തി. ഏട്ടാ, അവളുടെ മുടി നിറയെ പേനുണ്ട് കേട്ടോ. മുകളിൽ നിന്നും വൃശ്ചികയുടെ കുസൃതി നിറഞ്ഞ ചിരി കേട്ട് രണ്ടുപേര് ചാടി എഴുന്നേറ്റു. മുകളിൽ നിൽക്കുന്ന അവൾക്ക് നേരെ റോസ്മേരി കാലുകൾ കൊണ്ട് വെള്ളം തെറ്റിച്ചു. വഴുക്കലുള്ള പടവിൽ അവൾക്ക് കാല് തെറ്റിപ്പോയി. തെന്നി വീഴാൻ പോയ അവളെ പ്രജിത്ത് വട്ടം ചേർത്ത് പിടിച്ചു. മുകളിൽ നിന്നിരുന്ന വൃശ്ചിക അത് കണ്ട് തലയിൽ കൈവച്ചു. എന്റെ തേവരെ, ഈ രണ്ട് പെണ്ണുങ്ങളെയും കൊണ്ട് ഞാൻ എന്താ ചെയ്യുക? ഒരുത്തി അവിടെ കഞ്ചാവ് അടിച്ചതുപോലെ നിൽപ്പുണ്ട്, വേറൊരുത്തി ദാ ഇവിടെ കുളത്തിൽ ചാടാൻ പോകുന്നു. വൃശ്ചിക തിരിഞ്ഞ് അമ്പലത്തിന് നേർക്ക് നോക്കി. രണ്ടാളും വേഗം വന്നേ, ദാ അവര് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അവൾ നടന്നു മറഞ്ഞതും പ്രജിത്ത് റോസ്മേരിയുടെ കൈയും പിടിച്ച് മുകളിലേക്ക് കയറി. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. താങ്ക്
സിന്ധു